ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീട്ടിൽ രാവിലത്തെ തകൃതിയാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ അടുപ്പിലാണ് ചോറ് വയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ കലമാണ് കേട്ടോ, നമ്മുടെ മൺകലത്തിലാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്. ഇക്കാക്ക് ഇതൊക്കെയാണ് കേട്ടോ, പണ്ടത്തെ ഇഷ്ടങ്ങളാണ് ഇക്കാക്ക് ഇപ്പോഴും. അപ്പം ഇക്കാൻ്റെ ഉമ്മ ഈ മൺകലത്തിലൊക്കെ ആയിരുന്നു കേട്ടോ ചോറ്, കറിച്ചട്ടിയിലൊക്കെയാണ് മീൻ കറിയൊക്കെ വെച്ച് കൊടുത്തത്. അങ്ങനെ നമ്മുടെ മൺകലത്തിൽ ചോറ് തിളയ്ക്കുന്നുണ്ട്. ആ സമയത്ത് മക്കളെ വിടാൻ വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങയ്ക്കയും ഉരുളൻകിഴങ്ങ്, അതായത് ദോശയും ഉരുളൻകിഴങ്ങ് കറിയും പിന്നെ നമുക്ക് മുരിങ്ങയ്ക്ക അവിയലുമായിട്ട് അവർക്ക് കൊടുത്തു വിടേണ്ടുള്ളത്. അങ്ങനെ അത് പിന്നെ ചായക്ക് പാല് വെച്ചിട്ടുണ്ട്, ദോശയുടെ മാവ് സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ 2 ഏലക്ക ഈ ചായക്കകത്ത് ഇടും കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്, നമുക്ക് ചായ കുടിക്കാനൊരു ഗും കിട്ടും ഗൈസ്. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായ തിളച്ച് വന്നിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ നമുക്ക് ചുടണം കേട്ടോ. അങ്ങനെ ഞാൻ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ദോശ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ദോശയിൽ ഇങ്ങനെ കുമിള പോലെ വരുമ്പോഴാണ് ആ ദോശയ്ക്കൊരു പെർഫെക്ഷൻ കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ ദോശയൊക്കെ സെറ്റായിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്നെടുത്ത് മറിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ മുരിങ്ങയ്ക്കയും ഉരുളക്കിഴങ്ങും ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, മുരിങ്ങയ്ക്ക ചീവിയിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ മുരിങ്ങയ്ക്ക ചീവിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ രാവിലത്തെ പരിപാടി. എല്ലാവരും ചോദിക്കും എങ്ങനെയാ ഷോപ്പിലൊക്കെ പോകുന്നേ, ഈ ജോലിയൊക്കെ ഒതുക്കി. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്ത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുശേഷം നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ചായ കുടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കാണ് ചായ കുടിക്കുക ചെയ്യുന്നത്. അതിൽ ആ പകുതി ചായയും അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. പിന്നെ 2 പേരെയും തട്ടി ഉളർത്തി വിളിക്കാൻ പോവുകയാണ്. മോനും ഇങ്ങനെയാണ് കേട്ടോ കിടന്നുറങ്ങുന്നത്. 2 പേരെയും ഞാൻ തട്ടി വിളിക്കുകയാണ് കേട്ടോ. മോൾ എണീറ്റ് വരും, മോൻ ഭയങ്കര പാടാണ്. പിന്നെ ഇക്കായാണ് പോയി എടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് നെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നെമ്മീനെ നമുക്കിന്നൊന്ന് ബിരിയാണി ആക്കാം കേട്ടോ. സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പം നമുക്ക് ബിരിയാണി ആക്കാം എന്നുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെമ്മീനെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പോവുകയാണ്. നെമ്മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നെമ്മീനാണ് കിട്ടിയത് കേട്ടോ. അതിനെ കണ്ടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നെമ്മീൻ ശരിയാക്കാനുള്ള നമ്മുടെ കൊച്ചുള്ളിയാണ് കേട്ടോ. ഇതിൽ കൊച്ചുള്ളിയാണ്, ഇക്കായാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്നിട്ട് തക്കാളി ഇതേപോലെയൊക്കെ ഇടും. ഒരു പ്രവാസിയുടെ ഭക്ഷണ രീതി ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, പാചക രീതി. പിന്നെ ഞാനാണ് മസാല വരട്ടുന്നത്. അപ്പോൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നെമ്മീൻ്റെ അകത്തോട്ട് ഉപ്പിട്ടു. പിന്നെ അതിനുശേഷം മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ അതിനുശേഷം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. നാടൻ മഞ്ഞൾപ്പൊടിയാണ് ഇക്ക മേടിച്ചുകൊണ്ട് വരുന്നത്. മഞ്ഞൾപ്പൊടി കൂടിയാലും കൊള്ളത്തില്ല. അപ്പോൾ കറി മസാലയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഇത്തിരി ഇടുന്നുണ്ട്. കാര്യം നമ്മൾ ഇത് കറി വയ്ക്കാനാണല്ലോ. അപ്പോൾ ഞാൻ ഫിഷ് മസാല അങ്ങനെയുള്ള സംഭവമൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല. അത് പണ്ടോട്ടേ അങ്ങനെയാണ് കേട്ടോ. സാമ്പാറിനായാലും സാമ്പാർ പൊടി ഉപയോഗിക്കത്തില്ല, രസത്തിനായാലും രസപ്പൊടി ഉപയോഗിക്കത്തില്ല. പിന്നെ കറി മസാലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നല്ലതുപോലെ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര പാട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ അടിപൊളിയായിട്ട് നമ്മുടെ മീനൊന്ന് പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പുരട്ടുന്നത്. അപ്പോൾ നമ്മുടെ മീനിലും എല്ലാ മസാലയും നമ്മുടെ മീനിൽ പുരണ്ടിട്ടുണ്ട്. അതിനുശേഷം ഫ്രിഡ്ജിലോട്ട് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അതിന് മുന്നേ നമ്മൾ ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ച മീനെടുത്ത് വെളിച്ചെണ്ണ പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് മീൻ ഇട്ടപ്പോഴത്തേക്ക് മനസ്സിലായി എണ്ണ ചൂടായില്ലെന്ന്. പിന്നെ അതിന് ശേഷം ചൂടായി വന്ന എണ്ണയിലേക്ക് ഈ മീനെല്ലാം കൂടി പറക്കിയിടുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് ഗൈസ്. നെമ്മീൻ ബിരിയാണി പ്രതീക്ഷിച്ചതിനെക്കാട്ടി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഫിഷ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല റേറ്റാണ് സംഭവം. ഞങ്ങൾക്കിത് മതിയല്ലോ 4 പേർക്ക്. പിന്നെ അങ്ങനെ നമ്മുടെ മസാലയൊക്കെ റെഡിയായി. ഫിഷ് നമ്മൾ നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ് കേട്ടോ. അപ്പോൾ ഈ ഷോപ്പിൽ നിന്ന് വന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സംഭവം നോക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ റൈസും സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമുക്കിനിയിപ്പം നമ്മുടെ നെയ്മീൻ ബിരിയാണി കഴിച്ചു നോക്കാം കേട്ടോ. നെയ്മീൻ ബിരിയാണി സൂപ്പറാണ് ഗൈസ്. എല്ലാവരും മസ്റ്റായിട്ടും പേടിച്ച് നോക്കി കഴിക്കണം കേട്ടോ. ഇത് നമ്മൾ വലിയ അരിയുടെ ചോറിലാണ് കേട്ടോ വയ്ക്കുന്നത്. അതായത് ഈ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്ന അരിയുടെ ചോറിലാണ് കേട്ടോ വയ്ക്കുന്നത്. അങ്ങനെ ഇക്ക കോരിയിട്ട് തരുന്നുണ്ട്.
അങ്ങനെ ഇതാ ചോറ് നമ്മൾ സെറ്റാക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഇല വരും കേട്ടോ, ഒരു വയണയില പോലത്തെ സംഭവമാണ്. അതും കൂടി സെറ്റാക്കി അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ നല്ല അടിപൊളിയുള്ള ഫിഷ് കറിയാണ് കേട്ടോ. അതിതാ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്ന ദമ്മിടുന്ന ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഇതാ 2-3 കഷ്ണമൊക്കെ ആയിട്ട് നമ്മുടെ നെമ്മീൻ ബിരിയാണി, പപ്പടം, കൂടെ നല്ല സലാഡ്, അത് തൈര് ഒഴിച്ച സലാഡ് തന്നെ ഉണ്ടാക്കണം ഗൈസ്. അങ്ങനെ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അടിപൊളി ചോറൊക്കെ അങ്ങോട്ട് എടുത്ത് പപ്പടവും മീനും ഒക്കെ കൂട്ടി ായിരുന്നു. അപ്പോൾ ദാണ്ട് വീണ്ടും കുറച്ച് ചോറും നമ്മുടെ ഫിഷും അതേപോലെ തന്നെ നമ്മുടെ സർലാസ് എന്നാണ് പറയുന്നത് എല്ലാവരും, നമ്മൾ സലാഡ് എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിച്ചു. അതിൻ്റെ കണ്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് അപ്പുറത്ത് ചേച്ചിച്ചിരി പായസം നിന്നായിരുന്നു കേട്ടോ. ഉത്സവത്തിൻ്റെ സമയമാണല്ലോ, ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പായസം കിട്ടും കേട്ടോ. ഞങ്ങളുടെ വീട്ടിനടുത്ത് കൂടുതലും നമുക്ക് ചേച്ചിമാരാണുള്ളത്. അങ്ങനെ അത് ഞാൻ കഴിക്കാൻ